Bismillahirrahmanirrahim. Innal hamdalillah wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. Assalamualaikum warahmatullahi wabarakatuh. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന പുസ്തകം രോഗവും ചികിത്സയും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള സുന്നത്തിൽ നിന്ന് ഉള്ള തെളിവുകൾ, നരകശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യുന്ന തെളിവുകളാണ് ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ബാറകല്ലാഹു ഫീക്കും. വഫിൽ മുസ്നദി മിൻ ഹദീസി ബുറൈദ ഖാല. മുസ്നദ് അഹ്മദിലെ ഹദീസ് ബുറൈദ പറഞ്ഞു, ഖറജ ഇലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. യൗമൻ ഫനാദ സലാസ മർറാത്തിൻ. ഒരു ദിവസം പുറപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനാദ സലാസ മർറാത്തിൻ, 3 പ്രാവശ്യം വിളംബരം ചെയ്തു. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അതദ്റൂന മാ മസലി വ മസലുക്കും, നിങ്ങളും ഞാനും തമ്മിലുള്ള സാദൃശ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഖാലു, അവർ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു ആലം, അള്ളാഹും റസൂലുമാണ് ഏറ്റവും അറിയുക. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നമാ മസലി വ മസലുക്കും മസലു ഖൗമിൻ ഖാഫു അദുവൻ യഅതീഹിം. ഞാനും നിങ്ങളും തമ്മിലുള്ള സാദൃശ്യം ഒരു ജനത, അവർ ഭയപ്പെട്ടു ശത്രുവിനെ, യഅതീഹിം, അവരെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു. ഫബഅസ്, അങ്ങനെ അവർ അയച്ചു, റജുലൻ യതറാഅലഹു, ഒരു പുരുഷനെ അവർക്ക് കാവലായി. ഫഅബ്സറൽ അദുവ, അങ്ങനെ ആ പുരുഷൻ ശത്രുവിനെ കണ്ടു. ഫഅഖ്ബല ലിയുൻസിറഹു, അങ്ങനെ അവർക്ക് താക്കീത് നൽകാൻ വേണ്ടി തിരിഞ്ഞു. വഖശ്യ അൻ യുദ്രികഹു അൽ അദുവു ഖബ്ല അൻ യുൻസിറ ഖൗമുഹു, അദ്ദേഹത്തിന്റെ ജനതയെ താക്കീത് നൽകുന്നതിന് മുമ്പ് ശത്രു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ഫഅഖ്വാ ബിസൗബിഹി, അദ്ദേഹത്തിന്റെ വസ്ത്രം കൊണ്ട് അദ്ദേഹം ആംഗ്യം കാണിച്ചു. അയ്യുഹന്നാസ് ഊതീതും, അല്ലയോ ജനങ്ങളെ നിങ്ങൾ ആക്രമിക്കപ്പെടും. അയ്യുഹന്നാസ് ഊതീതും, അല്ലയോ ജനങ്ങളെ നിങ്ങൾ ആക്രമിക്കപ്പെടും. സലാസ മർറാത്തിൻ, 3 പ്രാവശ്യം. വഫീ സഹീഹി മുസ്ലിമിൻ മിൻ ഹദീസ് ജാബിരിൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹീഹ് മുസ്ലിമിലെ ജാബിർ നിന്നുള്ള റിപ്പോർട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിറിൻ ഹറാമുൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമാണ്, നിഷിദ്ധമാണ്. വ ഇന്ന അലല്ലാഹി അസ്സ വജല്ല അഹദൻ ലിമൻ ശരിബൽ മുസ്കിറ അൻ യസ്കീഹു മിൻ തീനത്തിൽ ഖബാലി. തീർച്ചയായും അല്ലാഹു അസ്സ വജൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നു, ആര് ലഹരി കുടിക്കുന്നുവോ, ലഹരി പാനീയം കുടിക്കുന്നുവോ, അവനെ തീനത്തിൽ ഖബാലിയെ കൊണ്ട് അവനെ കുടിപ്പിക്കുന്നതാണ്. കീല, അപ്പോൾ പറയപ്പെട്ടു, വമാ തീനത്തുൽ ഖബാലി, എന്താണ് തീനത്തുൽ ഖബാലി? ഖാല, അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഖു അഹ്ലിന്നാരി, അത് നരകത്തിലെ വിയർപ്പാണ്. ഔ ഉസാറത്തു അഹ്ലിന്നാരി, അല്ലെങ്കിൽ നരകത്തിലെ പഴുപ്പാണ്. അപ്പൊ കടുത്ത ശിക്ഷയാണ് ലഹരി ഉപയോഗിക്കുന്നവർക്കുണ്ടാവുക എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം. ഇങ്ങനെ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതുകളാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സുന്നത്തിൽ നിന്നുള്ള താക്കീത്. നമുക്കറിയാം, മദ്യപാനവും മയക്കുമരുന്നുമെല്ലാം എത്ര നാശങ്ങളാണ് വരുത്തി വെക്കുന്നത്. വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലുമെല്ലാം വൻ നാശനഷ്ടങ്ങളാണ് വരുത്തി വെക്കുന്നത്. കൊലപാതകങ്ങൾ വരെ നടക്കുന്നു, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇസ്ലാം ഇത് ഹറാമാക്കുന്നതോടെ ഇസ്ലാം ഇവിടെ സംരക്ഷണം നൽകുകയാണ് മനുഷ്യന്. ഇത് കുടിക്കരുത്, ഇത് നിഷിദ്ധമാണ്, ഇത് നാശങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ അവനെ ആ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്, സംരക്ഷിക്കുകയാണ്. വഫിൽ മുസ്നദി അയ്ളൻ മിൻ ഹദീസ് അബീ ദർറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്നദിൽ തന്നെ വന്ന ഹദീസ് അബൂ ദർറയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറാ മാ ലാ തറൗന, ഞാൻ കാണുന്നത് നിങ്ങൾ കണ്ടാൽ, വാസ്മഉ മാ ലാ തസ്മഊൻ, ഞാൻ കേൾക്കുന്നത് നിങ്ങൾ കേട്ടാൽ,
അത്തത്തിസ്സമാഉ വഹുക്കലഹ അൻത ഇത്ത, ആകാശം വിലപിക്കും, അതിൻ്റെ അവകാശമാണ് വിലപിക്കുക എന്നത്. മാഫിഹ മൗദിഉ അർബഇ അസാബിയ ഇല്ലാ വഅലൈഹി മലക്കുൻ സാജിദുൻ, അതിൻ്റെ സ്ഥലത്ത് 4 വിരലുകളുടെ പരിധിയിലുള്ള സ്ഥലത്ത് ഒരു മലക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. ലൗ തഅലമൂന മാ അഅലമു, എനിക്കറിയുന്നത് നിങ്ങൾക്കറിയാമെങ്കിൽ ലലഹിത്തു ഖലീലൻ, നിങ്ങൾ കുറച്ചേ ചിരിക്കുകയുള്ളൂ. വലബഖീതും കസീറൻ, നിങ്ങൾ ധാരാളം കരയുകയും ചെയ്യും. വമാ തലദ്ദത്തും ബിന്നിസാഇ അലൽ ഫുറുഷി, നിങ്ങൾ സ്ത്രീകളെ കൊണ്ട് കിടക്കയിൽ പിന്നെ ആനന്ദം കൊള്ളുകയില്ല. വല ഹറസ്തും ഇലസ്സുആദാതി തജ്അറൂന ഇലല്ലാഹി അസ്സ വജൽ, അങ്ങനെ നിങ്ങൾ പുറപ്പെടും ഭൂമിയുടെ നിരപ്പുള്ള സ്ഥലത്തേക്ക് അള്ളാഹുവിനോട് യാചിക്കാൻ വേണ്ടി. ഖാല അബൂദർറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലവദിത്തു അന്നി ഷജറത്തുൻ തുദദ്, ഞാൻ ആഗ്രഹിച്ചു ഞാനൊരു മുറിച്ച മരമായിരുന്നെങ്കിൽ എന്ന് അബൂദർറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കേട്ടപ്പോൾ പറഞ്ഞു. വഫിൽ മുസ്നദി അയ്ദൻ മിൻ ഹദീസ് ഹുസൈഫത ഖാല കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്നദിൽ തന്നെ വന്ന ഹദീസ് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. ഫീ ജനാസത്തിൻ, ഒരു ജനാസയിൽ. ഫലമ്മ ഇൻതഹൈനാ ഇലൽ ഖബ്രി, അങ്ങനെ ഒരു ഖബറിന്റെ അടുത്ത് എത്തിയപ്പോൾ ഖഅദ അലാ സാഖിഹി, അതിന്റെ അറ്റത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. ഫജഅല യുറദ്ദിദു ബസറഹു ഫീഹി, അങ്ങനെ കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടേയിരുന്നു ആ ഖബറിനെ. സുമ്മഖാല, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ റിപ്പോർട്ട് ദുർബലമാണ്. സുമ്മഖാല, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ഗത്തുൽ മുഅ്മിനു ഫീഹി ലഗതൻ തസൂലു മിൻഹാ ഹമായിലുഹു, ഒരു സത്യവിശ്വാസിയുടെ ഖബർ ഞെരുക്കുന്നതാണ് അവന്റെ വൃഷണങ്ങളിലെ നരമ്പുകൾ വേർപിരിയുന്നത് വരെ. വയുംലഉ അലൽ കാഫിരി നാരൻ, ഒരു സത്യനിഷേധിക്ക് നരകം കൊണ്ട് തീ കൊണ്ട് നിറക്കുന്നതാണ് ആ ഖബർ. വൽ ഹമായിലു, അൽ ഹമായിലു എന്ന് പറഞ്ഞാൽ ഉറൂഖുൽ ഉൻസൈൻ, 2 വിഷണങ്ങളാണ്. വഫിൽ മുസ്നദി അയ്ദൻ മിൻ ഹദീസ് ജാബിർ ഖാല, മുസ്നദിൽ തന്നെ വന്ന ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു നിന്ന് അദ്ദേഹം പറഞ്ഞു, ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പുറപ്പെട്ടു. ഇലാ സഅദ് ബിൻ മുആദ് ഹീന തുവഫിയ, സഅദ് ബിൻ മുആദിന്റെ അടുത്തേക്ക് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ. ഫലമ്മാ സ്വല്ല അലൈഹി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബുദിയ ഫീ ഖബരിഹി, അദ്ദേഹത്തെ ഖബറിൽ വെക്കപ്പെട്ടു. വസുബ്യ അലൈഹി, അങ്ങനെ മണ്ണ് കൊണ്ട് മറപ്പെട്ടു. സബ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ബീഹ് ചെയ്തു, സുബ്ഹാനല്ലാഹ്. ഫസബ്ബഹനാ തവീലൻ, അങ്ങനെ ഞങ്ങളും ധാരാളം സമയം തസ്ബീഹ് ചെയ്തു, സുബ്ഹാനല്ലാഹ്. സുമ്മ കബ്ബറ, പിന്നെ തക്ബീർ ചെയ്തു. ഫകബ്ബർന, അപ്പോൾ നമ്മളും തക്ബീർ ചെയ്തു, അല്ലാഹു അക്ബർ. ഫഖീല, അപ്പോൾ പറയപ്പെട്ടു, യാ റസൂലല്ലാഹി ലിമ സബ്ബഹത, അല്ലയോ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തിനാണ് നിങ്ങൾ തസ്ബീഹ് ചൊല്ലിയത്? സുമ്മ കബ്ബർത, പിന്നെ തക്ബീർ ചൊല്ലിയത്? ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖദ് തലാഅക അലാ ഹാദൽ അബ്ദി അസ്വാലിഹി ഖബ്റുഹു, ഈ സ്വാലിഹ അടിമയുടെ ഖബർ ഞെരുക്കപ്പെടുകയായിരുന്നു. ഹത്താ ഫറജല്ലാഹു അൻഹു, പിന്നെ അല്ലാഹു അത് വിശാലമാക്കി. ബാറകല്ലാഹു ഫീക്കും. ഇനി ഒരു സ്വാലിഹായ മയ്യത്തിൻ്റെയും ഒരു സ്വാലിഹല്ലാത്ത മയ്യത്തിൻ്റെയും വ്യത്യാസം പറയുകയാണ് അടുത്ത റിപ്പോർട്ടിൽ. വഫീഹി സഹീഹ് ബുഖാരി മിൻ ഹദീസ് അബി സഈദ്, അബൂ സഈദ് റളിയല്ലാഹു അൻഹു ഹദീസിൽ നിന്ന്, ബുഖാരിയിൽ വന്ന സഹീഹ ഹദീസ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ വുദിയത്തിൽ ജനാസത്ത്, ഒരു ജനാസ വെക്കപ്പെടുമ്പോൾ, വഹ്തമലഹ റജുലു അലാ അനാഖിഹി,
അവരുടെ തോളിൽ ആ ജനാസ ചുമക്കുമ്പോൾ ഫൈൻകാനത്ത് സ്വാലിഹത്തൻ, അതൊരു സ്വാലിഹായ മയ്യത്താണെങ്കിൽ കാലത്ത് അത് പറയും കദ്ദമൂനി കദ്ദമൂനി, എന്നെ കൊണ്ടുപോകൂ എന്നെ പോകൂ. വൈൻകാനത്ത് ഗൈറ സ്വാലിഹത്തൻ, അത് സ്വാലിഹല്ലാത്തൊരു മയ്യത്താണെങ്കിൽ കാലത്ത് അത് പറയും യാ വൈലഹ, എൻ്റെ നാശമേ, ഐന തദ്ഹബൂന ബിഹ, എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. യസ്മഉ സൗതഹ കുല്ല ഷൈഇൻ ഇല്ലൽ ഇൻസാന, മനുഷ്യനല്ലാത്ത എല്ലാവരും അതിൻ്റെ ആ ശബ്ദം കേൾക്കുന്നു. വലൗ സമിയഹൽ ഇൻസാനു, മനുഷ്യനെങ്ങാനും ആ ശബ്ദം കേട്ടാൽ ലസുഇക, അത് അബോധാവസ്ഥയിൽ ആകും. വഫി മുസ്നദി അഹ്മദ് മിൻ ഹദീസ് അബി ഉമാമത്ത, അബൂ ഉമാമത്ത റളിയല്ലാഹു അൻഹു ഹദീസ് മുസ്നദിൽ വന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദ്നു ശംസു യൗമൽ ഖിയാമത്തി അലാ ഖദ്രി മീലിൻ, ഒരു മൈലിന്റെ അടുത്ത ദൂരം വരെ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സൂര്യൻ വരുന്നതാണ്. വയുസ്ദാദു ഹർറിഹ കദാ വകദ, അങ്ങനെ അതിന്റെ ചൂട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. തഗ്ലി മിൻഹർ റുഊസു കമാ തഗ്ലി അൽ ഖുദൂർ, പാത്രത്തിൽ വെള്ളം തിളക്കുന്നത് പോലെ തല തിളക്കുന്നതായിരിക്കും. യറഖൂന ഫീഹാ അലാ ഖദ്രി ഖതായാഹും, അവരുടെ തിന്മകൾ കാരണം തിന്മയുടെ തോതനുസരിച്ച് അവർ വിയർക്കുന്നു. മിൻഹും മൻ യബ്ലഗു ഇലാ കഅബിഹി, അവരിലെ ചിലരിൽ ആ വിയർപ്പ് അവന്റെ മടമ്പ് വരെ എത്തും. വമിൻഹും മൻ യബ്ലഗു ഇലാ സാഖിഹി, അവരിലെ ചിലർക്ക് അവരുടെ വിയർപ്പ് അവരുടെ കണങ്കാല് വരെ എത്തും. വമിൻഹും മൻ യബ്ലഗു ഇലാ വസതിഹി, അവരിൽ ചിലർക്ക് ആ വിയർപ്പ് ശരീരത്തിന്റെ നടുഭാഗം വരെ എത്തും. ഇത് തിന്മയുടെ തോതനുസരിച്ചാണ് ഇത് സംഭവിക്കുക. വമിൻഹും മൻ യുൽജിമുഹുൽ അറഖ്, ചിലർക്ക് ആ വിയർപ്പ് കടിഞ്ഞാണ്ടും അഥവാ വായ വരെ എത്തും. വഫീഹി അൻ ഇബ്നു അബ്ബാസ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്നദിൽ തന്നെ വന്ന ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല കൈഫ അൻഅമു വസാഹിബുൽ ഖർനി ഖദ് ഇൽതഖമൽ ഖർന, ഞാൻ എങ്ങനെയാണ് ആനന്ദിക്കുക വിശ്രമിക്കുക, കൊമ്പിന്റെ ആട് കൊമ്പതിന്റെ ചുണ്ടുകളിൽ പിടിച്ചിരിക്കുന്നു. ഇവിടെ കൊമ്പിന്റെ ആട് കൊണ്ട് ഉദ്ദേശം മലക്ക് അസ്രാഫീലാണ്, കാടത്തിൽ ഊതുന്ന അസ്രാഫീൽ അലൈഹിസ്സലാം. വഹനാ ജബ്ഹതഹു യസ്മഉ മതാ യുമറു ഫയംഫഹു, അദ്ദേഹത്തിന്റെ നെറ്റി മുന്നോട്ടേക്ക് ചാഞ്ഞുകൊണ്ട് എപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകുക എന്ന് കേൾക്കുന്നു, കാഹളത്തിൽ ഊതാൻ വേണ്ടി. ഫഖാല അസ്ഹാബുഹു, അപ്പോൾ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, കൈഫ നഖൂലു, ഞങ്ങൾ എന്ത് പറയും. ഖാല, അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു, നിങ്ങൾ പറയുക, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നമുക്ക് അല്ലാഹു മതി, അവനാണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലതായവൻ. അലല്ലാഹി തവക്കൽന, അവനിൽ നാം ഭരമേൽപ്പിക്കുന്നു. അഫിൽ മുസ്നദി അയ്ദൻ അൻ ഉമറ യർഫഉഹു, മുസ്നദിൽ തന്നെ വന്ന ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, മൻ തഅല്ലമ ഫീ നഫ്സിഹി, ആര് ധിക്കാരം കാണിക്കുന്നുവോ, അവിഖ്താല ഫീ മിശ്യതിഹി, അല്ലെങ്കിൽ അവന്റെ നടത്തത്തിൽ അഹങ്കാരം കാണിക്കുന്നുവോ, ലഖിയല്ലാഹ വഹുവ അലൈഹി ഗദ്ബാൻ, അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടും അള്ളാഹു അവനോട് കോപിച്ചതായിക്കൊണ്ട്. വഫി സഹീഹൈനി, രണ്ട് സഹീൽ വന്നിട്ടുണ്ട്, സഹീൽ ബുഖാരിയിലും മുസ്ലിമിലും. അൻഹു, ഇബ്നു ഉമറിൽ നിന്ന് തന്നെ റളിയല്ലാഹു അൻഹു, ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുസവ്വിരീന യുഅദ്ദിബൂന യൗമൽ ഖിയാമ, ചിത്രമുണ്ടാക്കുന്നവർ അവർ യൗമൽ ഖിയാമത്തിൽ ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കപ്പെടുന്നു. വയുഖാലു, അവരോട് പറയപ്പെടും, യുഖാലു ലഹും അഹ്യു മാ ഖലഖ്തും, നിങ്ങൾ സൃഷ്ടിച്ചതിന് നിങ്ങൾ ജീവൻ നൽകുക. അപ്പോൾ ഇവിടെ ചിത്രമുണ്ടാക്കുന്നവർ, ഫോട്ടോഗ്രാഫി, അത് നമുക്കറിയാം, ഇസ്ലാമിൽ നിരോധിച്ചതാണ്, അവരുടെ ശിക്ഷയും പറയുകയാണ്. ബാറകല്ലാഹു ഫീക്കും. വഫീഹിമാ അയ്ളൻ അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൻ അഹദുക്കും ഇദാ മാത, നിങ്ങൾ ഒരാൾക്ക് മരണം സംഭവിച്ചാൽ,
ഉരില അലൈഹി മഖ്അദഹു ബിൽ ഗദാതി വൽ അശി. രാത്രിയും രാവിലെയും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം കാണിക്കപ്പെടും. ഇൻ കാന മിൻ അഹ്ലിൽ ജന്ന ഫമിൻ അഹ്ലിൽ ജന്ന. നിങ്ങൾ സ്വർഗത്തിലെ ആളുകളാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലായിരിക്കും. വഇൻ കാന മിൻ അഹ്ലിൻ നാരി ഫമിൻ അഹ്ലിൻ നാരി. നിങ്ങൾ നരകത്തിലെ ആളുകളാണെങ്കിൽ നിങ്ങൾ നരകം കാണിക്കപ്പെടും. ഫയുഖാലു. അപ്പോൾ പറയപ്പെടുന്നു ഹാദാ മഖ്അദുക. ഇത് നിങ്ങളുടെ സ്ഥലമാണ്. ഹത്താ ബഅസക ഹത്താ യബ്അസക അല്ലാഹു അസ്സ വജല്ല യൗമൽ ഖിയാമ. ഖിയാമ നാൾ വരെ നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നത് വരെയുള്ള നിങ്ങൾക്കുള്ള സ്ഥലമാണിത്. അപ്പോൾ സ്വർഗത്തിൻ്റെ ആളുകൾക്ക് സ്വർഗം കാണിക്കപ്പെടും, നരകത്തിൻ്റെ ആളുകൾക്ക് നരകം കാണിക്കപ്പെടും. വഫീഹിമാ അയ്ദൻ അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഉമറിൽ നിന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സാര അഹ്ലുൽ ജന്നതി ഫിൽ ജന്നതി. സ്വർഗത്തിലെ ആളുകൾ സ്വർഗത്തിലാകുമ്പോൾ, സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ, വഅഹ്ലുൻ നാരി ഫിന്നാരി. നരകത്തിലെ ആളുകൾ നരകത്തിലാകുമ്പോൾ, നരകത്തിൽ പ്രവേശിക്കുമ്പോൾ, ജിയ ബിൽ മൗതി ഹത്താ യുഖഫ ബൈനൽ ജന്നതി വന്നാരി. മരണത്തെ കൊണ്ടുവരപ്പെടും. ആ മരണം ഒരു ശരീരത്തിന്റെ രൂപത്തിലായിരിക്കും. സുമ്മ യുസ്ബഹ. അങ്ങനെ അതിനെ അറുക്കപ്പെടും. സുമ്മ യുനാദി മുനാദി. അങ്ങനെ വിളിക്കുന്ന ആൾ വിളിക്കുന്നു, യാ അഹ്ലൽ ജന്നതി ഖുലൂദുൻ ഫലാ മൗതുൻ. സ്വർഗത്തിന്റെ ആളുകളെ, നിങ്ങൾക്ക് സ്ഥിരവാസമാണ്, നിങ്ങൾക്ക് മരണമില്ല, നിങ്ങൾ ഇവിടെ എന്നെന്നും ഉണ്ടാവും, നിങ്ങൾക്ക് മരണമില്ല. വയാ അഹ്ലിൻ നാരി. നരകത്തിന്റെ ആളുകളെ, ഖുലൂദുൻ ഫലാ മൗതുൻ. നിങ്ങൾക്ക് സ്ഥിരവാസമാണ്, ഇനി മരണമില്ല. വയസ്താദു അഹ്ലുൽ ജന്നതി ഫറഹൻ ഇലാ ഫറഹിഹിം. അങ്ങനെ സ്വർഗത്തിന്റെ ആളുകൾക്ക് സന്തോഷം അധികരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഫയസ്താദു അഹ്ലിൻ നാരി ഹുസ്നൻ ഇലാ ഹുസ്നിഹിം. നരകത്തിന്റെ ആളുകൾക്ക് ദുഃഖം അധികരിച്ചു കൊണ്ടേയിരിക്കുന്നു. ബാറകല്ലാഹു ഫീക്കും. നമുക്ക് ഇവിടെ നിർത്താം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.